ഹലോ മാഡം, പാർവതി മാഡം. മാഡം ഈ നാട്ടിലെ തമ്പുരാട്ടി ആയതുകൊണ്ട് വഴി നീളെ മാഡത്തിനെ കാണാൻ ആൾക്കാർ കാത്തു നിൽപ്പുണ്ടാവുന്നു. അവരുടെയൊക്കെ സങ്കടങ്ങൾ പരിഹരിച്ചിട്ട് മാഡത്തിന് ഇവിടെ എത്താൻ പറ്റുള്ളൂന്നും എല്ലാം എനിക്കറിയാം. സോറി. അയ്യോ, എനിക്കല്ല, അടിയന്. ഈ അടിയനെ അറിയാം. എന്നാലും ഒരു ചൂലും തുടപ്പയും മാഡത്തിനെ കാത്ത് ഇവിടെ കിടപ്പുണ്ടെന്നുള്ള കാര്യം മാഡം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണമായിരുന്നു. തോന്നിയ സമയത്ത് വരിക, തോന്നിയ സമയത്ത് പോവുക. തമ്പുരാട്ടിയെ നോക്കി ആരെങ്കിലും കണ്ണുരുട്ടിയാ ചോദിക്കാൻ കൈലാഷ് സാർ വരുമല്ലോ. ആ ധൈര്യമല്ലേ? കൈലാഷന്റെ മൂക്ക് ചെത്തിക്കളഞ്ഞാലും സാരമില്ല. ഇന്നത്തെ നിന്റെ പകുതി ശമ്പളം കട്ട്. പാറു, നീ എന്താ ലേറ്റ് ആയത്? പ്രിയനും ഇതുവരെ എത്തിയില്ല. പാറു, പ്രിയനെവിടെ? അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നോ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇന്ന് പ്രിയന്റെ അച്ഛന്റെ ആണ്ടാ. എല്ലാ ആണ്ടിനും പ്രിയൻ അമ്പലത്തിൽ പോയി അച്ഛന് ബലിയിട്ടിട്ടാ ഇവിടെ ജോലിക്ക് വരാ. നിങ്ങള് വരുന്നത് കാണാഞ്ഞപ്പോ പ്രിയന്റെ കൂടെ നീയും അമ്പലത്തിൽ പോയിരിക്കുമെന്നാ ഞാൻ കരുതിയെ. അതാ ഞാൻ അങ്ങനെ ചോദിച്ചേ. അവനിത് എവിടെ പോയി? ലീവാണെങ്കിൽ എന്നെ വിളിച്ച് പറയുന്നതാണല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഫോൺ വിളിക്കാൻ കരിനാഗത്തിന്റെ പെർമിഷൻ വാങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ആ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമല്ലോ. ചേട്ടനെ വിളിക്കണ്ട. എന്താ പാറു? ചേട്ടൻ ആശുപത്രിയില. ചേട്ടൻ ആശുപത്രിയിലാണെന്നോ? പാറു, പ്രിയന് എന്താ പറ്റിയത്? 3-4 പേര് വന്ന് അടിച്ചു. നീ എന്തായി പറയുന്നത്? ഞാനും ചേട്ടന്റെ വണ്ടിയിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ 3-4 പേര് വന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി ഞങ്ങളെ വളഞ്ഞു. എന്നെ അവരൊന്നും ചെയ്തില്ല. പക്ഷെ ചേട്ടനെ ആരാവന്മാര്? അറിയില്ല ചേട്ടാ. മോഹൻ ചേട്ടാ, എനിക്ക് പ്രിയൻചേട്ടനെ കാണണം. പാവം പ്രിയൻചേട്ടൻ. എനിക്കിപ്പൊ തന്നെ പ്രിയൻചേട്ടനെ കാണണം. എനിക്കും അവനെ കാണണം. നീ വാ. ഞങ്ങളും ഉണ്ട്. എന്താ അവിടെ? ജോലി സമയത്ത് കൂട്ടം കൂടി ഇന്ന് പരദൂഷണം പറഞ്ഞാണ്ടില്ലേ? അതെങ്ങനെ? അച്ചടക്കം പോയില്ലേ? കൈലാഷ് നിങ്ങളെ കയറൂരി വിട്ടതോടെ ഈ കമ്പനിയിൽ അച്ചടക്കം പോയില്ലേ? പോയിരുന്ന് പണിയെടുക്കാനാ പറഞ്ഞേ. സർ, പ്രിയനെ ആരൊക്കെയോ ചേർന്ന് അടിച്ചെന്ന്. ആശുപത്രിയില്ല. ഞങ്ങള് പോയി കണ്ടിട്ട് വരാം. പ്രിയനെ അടിച്ചു? ആര്? ആരാണെന്ന് അറിയില്ലെന്നാ പാറു പറയുന്നത്. ഇവളും പ്രിയനും ബൈക്കിൽ വരുമ്പോ ആരോ തടഞ്ഞു നിർത്തി അടിക്കുകയായിരുന്നു. ഇപ്പൊ അവന് ബോധമില്ലാന്ന്. പ്രിയനെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം. നിക്ക്. ഈ തിടുക്കവും വെപ്രാളം കണ്ട നിങ്ങൾ പോയിട്ട് വേണം അവന് ബോധം തെളിയാനുള്ള മരുന്ന് കൊടുക്കാനൊന്നും തോന്നുന്നല്ലോ. അവനെ നോക്കാനേ അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് ഫ്രണ്ടിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞങ്ങൾ പോയി കാണണ്ടേ? സാറിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണ് ഹോസ്പിറ്റലിലെങ്കിൽ സാറ് പോയി കാണില്ലേ? നിങ്ങളെല്ലാവരും കൂടി ജാഥയായിട്ട് അങ്ങോട്ട് പോയാ ഇവിടുത്തെ ജോലി ആരും നോക്കും? ആദ്യം ജോലി, എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ്. ജോലി മുഴുവൻ തീർത്തിട്ട് ഈവനിങ്ങിൽ പോയി കണ്ടോ? ഗാർമെന്റ്സില് അർജന്റ് ജോലി വന്നാ പ്രിയം വേണം. പക്ഷെ അവനൊരു അപകടം പറ്റിയ ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. സാറിന് എങ്ങനെയാ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറാൻ കഴിയുന്നത്? ഞാനിങ്ങനെയാ. കൃത്യം 1-ാം തീയതി ശമ്പളം എണ്ണി വാങ്ങണല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കൂടി അനുസരിക്കും. സാറ് 1-ാം തീയതി ശമ്പളം തരണ്ട, 10-ാം തീയതി ശമ്പളം തന്നാ മതി. പ്രശ്നം തീർന്നില്ലേ? മോഹൻ, എന്തു പറഞ്ഞാലും കരുണാകരൻ സാറ് നമുക്ക് പെർമിഷൻ തരില്ല. നന്ദനോട് ചോദിക്കാം. നന്ദൻ സമ്മതിക്കും. നന്ദൻ വരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം.
എല്ലാരും എന്താ ഇവിടെ കൂടെ നിൽക്കുന്നേ? ജോലിയൊക്കെ തീർന്നോ? പ്രിയൻ ചേട്ടൻ ആശുപത്രിയില്ല. ഇവർക്കെല്ലാവർക്കും ആശുപത്രിയിൽ പോയി പ്രിയൻ ചേട്ടനെ കാണുന്നുണ്ട്. പക്ഷെ കരുണാകരൻ സാറ് ഇവരെ പോവാൻ സമ്മതിക്കുന്നില്ല. അല്ല, പ്രിയൻ എന്താ പറ്റിയത് പാർവതി? ആരൊക്കെയോ ചേർന്ന് അടിച്ചതാ. മാഡം, ജോലി ചെയ്യാതെ കറങ്ങിയെടുക്കാനുള്ള ഒരു കാരണം കിട്ടി. അല്ലാതെ പ്രിയനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ജോലി സമയം കഴിഞ്ഞ് പൊക്കോളാൻ ഞാൻ പറഞ്ഞതാ. ഇവരെല്ലാവരും ജോലി ബാക്കി വെച്ചിട്ട് പോയാ കമ്പനിക്ക് എത്ര നഷ്ടം, അതൊന്നും ഇവർക്കറിയണ്ടല്ലോ. കരുണാകരൻ പറഞ്ഞതാ ശരി. ജോലി സമയം കഴിഞ്ഞിട്ട് പ്രിയനെ പോയി കണ്ടാ മതി. എല്ലാവരും പോയി ജോലി ചെയ്യ്. മുക്ത മേഡം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. എന്താ നന്ദൻ? ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി പ്രിയനെ കാണണമെന്നല്ലേ അവര് പറയുന്നേ. പോയി നോക്കട്ടെ, മുക്ത പെർമിഷൻ കൊടുത്തേക്ക്. നന്ദൻ എന്തായി പറയുന്നേ? ഹോസ്പിറ്റലിൽ പോയാൽ അവര് തിരിച്ചു വന്നിട്ട് വീണ്ടും ജോലി ചെയ്യുമെന്ന് നന്ദന് തോന്നുന്നുണ്ടോ? ആ വഴി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവും. ഇനിയും 4-5 മണിക്കൂറുണ്ട്. കമ്പനിക്ക് എത്രയാ നഷ്ടം? ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹപ്രവർത്തകനെ കാണാൻ പോയതിന് ശമ്പളം ഒന്നും കട്ട് ചെയ്യാൻ കഴിയില്ലെന്നേ. ജോലി മുഴുവൻ പെയിന്റിംഗ് ആവുകയും ചെയ്യും. കുറെ ഓർഡർ ഉള്ളതല്ലേ. അങ്ങനെ പെട്ടെന്ന് അയക്കേണ്ട ഓർഡർ ഒന്നും ഇല്ല. 3-4 ദിവസത്തെ സാവകാശമുണ്ട്. പെൻഡിങ് വരുന്ന ഓർഡറുകൾ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. പരിക്കേറ്റ് കിടക്കുന്ന കുളീഗിനെ ഓർത്ത് നന്ദന് സെന്റിമെന്റ്സ് അല്ലേ? നന്ദ, നിന്റെയും പ്രിയന്റെയും ഡെസിഗ്നേഷൻ ഒന്ന് തന്നെയാ, സൂപ്പർവൈസർ. പക്ഷേ നിന്റെ അവന്റെയും ജോലി ഒന്നല്ല. അവൻ ഈ ഗാർമെന്റ്സിലെ ജോലികൾ നോക്കും. നീ കൈലാഷിന്റെ വഴിയിൽ നിന്ന് പാർവതിയെ കെട്ടുകെട്ടിക്കാനുള്ള വഴികൾ നോക്കും.